നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വരാന്ന് പറഞ്ഞാ വന്നിരിക്കണം, അല്ലാതെ തോന്നിയ ദിവസം കാണിക്കരുത്. എന്റെ സമയത്തിന് എന്താ തീരെ വിലയില്ലേ? താനാടോ പിശാശ്, വാക്കിന് വിലയില്ലാത്ത വൃത്തികെട്ടവൻ. എന്താ അവിടെ? ദൈവമേ, എല്ലാം തീരുന്നു. എന്താ ഇവിടെ ഒരു ബഹളം? എന്താടാ ഒരു ബഹളം? അത് കുട്ടികൾ വെറുതെ തമാശക്ക്. എന്ത് തമാശ? ആരാ ഇവരൊക്കെ? മിണ്ടാതിരിക്കും. എന്റെ അച്ഛനും അമ്മ അടിയത്. ഏതാ ഈ പെൺകുട്ടി? മുരളി, നീ എന്താ മറുപടി പറയാത്തത്? ഏതാ ഈ പെൺകുട്ടി എന്നാ ചോദിച്ചത്. നിന്റെ ആരാ ഇവള്? മോള് അഞ്ജലിയാണോ? പറ, മോള് അഞ്ജലി അല്ലേ? അതെ. അയ്യോ, ഇത് അഞ്ജലിയല്ല, അഞ്ജലിയുടെ അനിയത്തിയാ. അല്ലെന്ന് പറയാൻ വരുമായിരുന്നു. ഞാനേ ആരതിയാ. നല്ല കുട്ടി. ചേച്ചി നിന്നെ പോലെ മിടുക്കിയായിരിക്കും അല്ലേ? അയ്യോ, അഞ്ജലി ചേച്ചിയെ ശരിക്കും മിടുക്കി. ഇവള് ചേച്ചിയുടെ മുമ്പിൽ ആരുമല്ല. ഈ കുട്ടി എന്തിനാ ഇങ്ങോട്ട് വന്നത്? ക്ലാസ്സിനോ മറ്റോ പോയിട്ട് വന്നതാണെങ്കിൽ നിന്റെ സ്വന്തം വീട്ടിലേക്കല്ലേ പോകേണ്ടത്, അല്ലെങ്കിൽ താമസിക്കുന്നിടത്തേക്ക് പോണം. ഇവിടെ വന്നതിന്റെ കാരണം എന്താ? അതച്ഛാ, പ്രസാദേട്ടനും അഞ്ജലി ചേച്ചിയും കൂടി അവരുടെ കേറ്ററിംഗ് യൂണിറ്റ് നടത്തുന്ന കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് പോയിരിക്കുക ഗുരുവായൂര്. വരാൻ താമസിക്കുന്നുള്ളത് കൊണ്ട് ക്ലാസ് കഴിഞ്ഞ് ഈ പെണ്ണിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഓ, അപ്പോ അഞ്ജലി വന്ന് കൂട്ടിക്കൊണ്ടു പോവല്ലേ? അതെ അച്ഛാ. എന്നെ തീരെ വിലയില്ല അല്ലേ? ഞാൻ തന്നെ എനിക്ക് ഡിമാൻഡ് ഉണ്ടാക്കി കാണിച്ചു തരും, നോക്കിക്കോ. അനുഗ്രഹിക്കണം. ദീർഘായുഷ്മതി ഭവ. ശീഘ്രമംഗല്യേ ഭവന്തു. അമ്മേ, അച്ഛാ, എനിക്ക് സന്തോഷായി. ഞാൻ അതിതീവ്രമായി ആഗ്രഹിച്ചപ്പോഴൊക്കെ രാധ എന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. കയ്യിൽ കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവരും വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. സുഭദ്ര ഒറ്റയ്ക്കുറങ്ങിയ തൃപ്പങ്ങോട്ടെ അന്തപ്പുര സപ്രമഞ്ചലിൽ രാധയെയും ദർശനയെയും സൗഭാഗ്യയും ഒരുമിച്ച് ഞാൻ ഉറക്കം. ഇത് മേഘനാഥന്റെ നിശ്ചയമാണ്. മേഘനാഥൻ നടപ്പിലാക്കാൻ പോകുന്ന നിശ്ചയം. ഒരു കാര്യം പറയാൻ മറന്നു. ഇന്നലെ ഹരി മുരളി മാറി മാറി എന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലേറ്റായിട്ടാ കോള് കണ്ടത്. എന്നാ പിന്നെ തിരിച്ചു വിളിച്ചു നോക്കായിരുന്നില്ലേ? ഓ, വിളിച്ചില്ല. നമ്മളെന്തായാലും വീട്ടിലോട്ടല്ലേ പോന്നെ. അപ്പൊ പിന്നെ എന്ത് ഭൂകമ്പ കാത്തിരിക്കുന്നേന്ന് നേരിട്ട് തന്നെ കാണാലോന്ന് കരുതി. ഇപ്പം തന്നെ നമ്മളങ്ങ് എത്തുമല്ലോ. അപ്പൊ നേരിട്ട് ചോദിക്കാം പോരെ?
എന്നാ അമ്മ പോട്ടെ മോളെ. കാണണം നമുക്ക്, കാണണം. കാണാം അമ്മ. മോളും ഇടിക്കേട്ടോ. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സീതമ്മയുടെ ഭാഗ്യ ഈ മിടുക്കി കുട്ടി. പക്ഷേ എനിക്ക് തിരിച്ചാ തോന്നുന്നത്. ഈ പെൺകുട്ടികളെല്ലാം രുക്മിണി അമ്മയുടെ ഭാഗ്യമാണെന്നാ. എന്റെ ഭാഗ്യോ? അതിന് ഇവരാരും എന്റെ മക്കളല്ലല്ലോ, മരുമക്കളും അല്ല. പിന്നെങ്ങനെ എന്റെ ഭാഗ്യം എന്ന് പറയുന്നത്? അമ്മയുടെ മക്കളുടെ ഒപ്പമല്ലേ ഇവരെല്ലാരും, അതാവും സീതമ്മ ഉദ്ദേശിച്ചത്. അതെങ്ങനെയാടാ ഹരി? നീ ഇത് പലതവണയായി പറയുന്നുണ്ടല്ലോ. കേട്ടിട്ട് എന്റെ സംശയം ഇവരെല്ലാം ഇവിടെ തന്നെയാണോ സ്ഥിര താമസമെന്ന്. അല്ലച്ചാ, ഞങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നേ ഉള്ളൂ. എങ്കിൽ ശരി, ഇനിയിപ്പൊ നിന്ന് താമസിക്കണ്ട, വാ പോവാം നമുക്ക്. അതെന്താടാ പെട്ടെന്ന് ഞങ്ങളെ പറഞ്ഞേക്കിയ ഒരു ധൃതി പോലെ? ഞങ്ങള് പോയിട്ട് ഇവിടെ എന്തോ കാര്യം ചെയ്യാനുള്ള പോലെയാണല്ലോ മട്ടും മാതിരിയും. അയ്യോ എന്റെ പൊന്നച്ഛ, അച്ഛനല്ലേ പറഞ്ഞത് കൃഷിഭവനിൽ പോണമെന്നും വരൾച്ച ദുരിതാശ്വാസമൊക്കെ വാങ്ങണമെന്നൊക്കെ. അതാ ഞാൻ പിന്നെ. ശരി ശരി, നടക്കട്ടെ കാര്യങ്ങള്. ആരാ ഇവിടെ ഈ ആരതി? ഞാന് ഒരു രജിസ്റ്റേർഡ് ലെറ്റർ ഉണ്ട്. ഇവൾക്കാരാ ഇപ്പൊ ഇങ്ങോട്ട് ലെറ്റർ അയക്കാനുള്ളത്? അതറിയണമല്ലോ. ഇവിടെ ഇട്ടോ, ഇവിടെ. ശരി. ഓക്കെ. ആരുടെ ലെറ്റർ അത്? സോറി, അതെന്തിനാ ഇപ്പൊ ചേട്ടാ അറിയുന്നത്? അത് ശരിയാ മോള് പറഞ്ഞത്. നീ എന്തിനാ മുരളി പെൺകുട്ടിക്ക് വരുന്ന കത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നത്? എന്റെ ഭാര്യ അമ്മ ഇവള്. ഇവൾക്ക് ആരാ ലെറ്റർ അയക്കുന്നതെന്ന് ഞാൻ അറിയണ്ടേ? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആരതിക്കുള്ള എഴുത്ത് എങ്ങനെയാ ഇവിടത്തെ അഡ്രസ്സിൽ വരുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.